ഇസ്രായേലിലെ ടെല്ലവീവിൽ വീണ്ടും ഇറാൻ ആക്രമണം. ടെല്ലവീവിൻ്റെ തെരുവീതികൾ നിശബ്ദമാണ്. സ്കൂളുകൾ അടച്ചു, ഷോപ്പുകൾ അടച്ചു. ഇത്രമേൽ നിശബ്ദമായൊരു യുദ്ധ സാഹചര്യം ഇറാനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവരുടെ ഹൃദയത്തിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ടെല്ലവീവ് നിശബ്ദമായി. ഏകപക്ഷീയമായ യുദ്ധം അമേരിക്കൻ വലിയേട്ടനുമായി ചേർന്നാകുമ്പോൾ പിന്നീട് തിരുവായിക്കെതിർവായില്ലാത്ത വിധം തിരിച്ചടി ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. മരിച്ചത് പരമോന്നത നേതാവാണ്. IRGCയുടെ തലവനും മരിച്ചു. അപ്പോൾ എല്ലാം ഭദ്രമായി എന്നാണ് ഓർത്തത്. പക്ഷേ ടെല്ലവീവിൻ്റെ സ്ഥിതി CNN പോലെയുള്ള അമേരിക്കൻ ചാനലുകൾ പോലും പറയുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. 18 ബിൽഡിങ്ങുകളിലാണ് ഏറ്റവും ഒടുവിൽ ആക്രമണം നടന്നതെന്ന് CNN തന്നെ സമ്മതിക്കുന്നു. Mostly that is, schools are shut, shops are shut, the streets are quiet, work is at a near standstill except for the war. Sure enough, the war breaks that calm with repeated inevitability, and yet in the midst of all this, it can be time to dance and to love. It doesn't take long for the limited calm to vanish. It takes a rude buzz on the phone followed by the siren, and then nobody wastes much time. Well, here goes the siren again. A ballistic missile detected on its way here. Probably a good time to step into a shelter. And here you can see in the sky, an interceptor has been launched to take on an incoming missile. You can see that battle in there. You can hear the sounds coming in now. Big bangs coming in from the sky. Days after it struck, shattered glass still lies on the streets. Municipal workers are still picking up the pieces. സൈറൻ അടിക്കുന്നതും തെരുവിലോടുന്നതും ഒടുവിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ദൃശ്യങ്ങളടക്കം എത്രയെല്ലാം തടഞ്ഞിട്ടും ഇസ്രായേലിന് തടയാനാകാത്ത വിധം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമേൽ നാശനഷ്ടങ്ങളാണ് ഈ യുദ്ധം ഇസ്രായേലിലും വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമാണ്, വേഗത്തിലാണ്, 3 ദിവസം കൊണ്ട് അവസാനിക്കുന്നതാണ് എന്ന് തുടങ്ങിയുള്ള അവകാശവാദങ്ങളെല്ലാം പൊളിയുന്ന സ്ഥിതിയിലേക്കെത്തി. ഈ അടിയുടെ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ തകർക്കുന്നത് യുദ്ധക്കൊതി മൂത്തു നിൽക്കുന്ന ഇരുവരുടെയും ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസ തകർച്ചയിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ വീണ്ടും വീണ്ടും പ്രതിരോധത്തിൻ്റെ ശബ്ദമുയർത്തുന്നത്, ശക്തിയായി മാറുന്നത്. എത്രമേൽ പ്രതിരോധിക്കാനാവും എന്നത് വേറൊരു ചോദ്യം. എന്നാലും അവസാന ശ്വാസം വരെ പൊരുതുകയാണവർ, ടെല്ലവീവിൻ്റെ ഹൃദയഭൂമിയിലുള്ള കെട്ടിടങ്ങൾ തുടർച്ചയായി തകർത്തുകൊണ്ട്.